അപ്പോൾ ഇതാണ് ആർട്ട് ഗാലറിയിലെ സ്റ്റാർട്ടിങ് ഇമേജസ്. കാണാൻ നമ്മൾ കുഞ്ഞിലെ കുത്തി വരയ്ക്കുന്ന പോലെയൊക്കെ ഉണ്ടെങ്കിലും അവർ വളരെയധികം ഇതാണ് ഇവിടുത്തെ എൻ്റെ ഫേവറേറ്റ് ആയിട്ട് ഇമേജ് മൊത്തത്തിൽ ഞാൻ കണ്ടതിൽ എനിക്ക്. കാരണം അത് എന്തൊരു ഒറിജിനാലിറ്റിയാന്ന് നോക്കിയാൽ ഐസൊക്കെ ഇങ്ങനെ പെർഫെക്റ്റ്, ആ ലൈൻസ് വരെ ഞാനിങ്ങനെ അടുത്ത് പോയപ്പോൾ പെർഫെക്റ്റായിട്ട് എനിക്കിതിലെ ഫേവറേറ്റ് ആയിട്ട് ഇവിടെ കണ്ടൊരു ഇമേജ് ഇതാണ് കേട്ടോ. ഇത് ഒരാൾ വരച്ചയാണെന്ന് വിശ്വസിക്കാൻ തന്നെ പറ്റുന്നില്ല. അതുപോലെ ഒരുപാട് ഒക്കെ ക്രിയേറ്റീവായിട്ട് അവരവർക്ക് ഓരോ ഇമാജിനേഷൻസ് ഉണ്ട്. നമുക്ക് ആർട്ടിസ്റ്റുകളെ ജഡ്ജ് ചെയ്യാനുള്ള റൈറ്റ്സ് ഇല്ല, കാരണം നമ്മളൊരു ആർട്ടിസ്റ്റ് അല്ല. സോ അവർക്ക് അവരുടേതായ കൺസെപ്റ്റുകൾ ഉണ്ടായിരിക്കാം. ഇതൊക്കെ വളരെ എക്സ്പെൻസീവാണ്. ഇതിൻ്റേതായ റേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വളരെ എക്സ്പെൻസീവായിട്ടുള്ളതൊക്കെയാണ്. വളരെ കാണുമ്പോൾ സിമ്പിളായിട്ട് തോന്നും, ബട്ട് ആർട്ടിസ്റ്റിൻ്റെ മൈൻഡിൽ അത് ഒരുപാട് കണ്ടൻറ് ഉണ്ടായിരിക്കും ആ കാര്യത്തിനെ കുറിച്ചിട്ടൊക്കെ. അതുപോലെ തന്നെ ഈ ഫോട്ടോഗ്രാഫ്, ഇത് കാണാൻ ഒരു ഫോട്ടോ എടുത്ത് നമ്മൾ വെച്ച പോലെയല്ലേ, ബട്ട് ഇത് ആക്ച്വലി ഒരു ഡ്രോൺ ഇമേജ് ആണെന്ന് ഞാൻ അതിശയിച്ചു പോയി. ഇത്ര ക്രിയേറ്റീവായിട്ടാണ് ചെയ്തേക്കുന്നത്. ഇതൊക്കെ വളരെ ആർട്ടിസ്റ്റിക് വർക്കാണ്. ഇവിടെ പേപ്പേഴ്സിൽ ഏതൊക്കെ ആർട്ടിസ്റ്റ് ചെയ്തു, ഏത് വർഷം ചെയ്തു, അതിൻ്റെ എക്സ്പെൻസ് എന്താണ്, കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് ഭയങ്കര എക്സ്പെൻസീവായിട്ടുള്ള ഒരുപാട് ഇമേജസ് ഉണ്ട് കേട്ടോ ഇതിൽ. കണ്ടാലൊട്ടും വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇതിനൊക്കെ ഈ യെല്ലോ കളർ സൺ പോലുള്ള ആർട്ടിന് സംതിങ് 2 ലാക്ക് സംതിങ് സെക്കാണ് എന്ന് പറയുന്നത്. നാട്ടിലെ 2 കോടിയോളം മതിപ്പുള്ള ഒരു സാധനമാണത്. വിശ്വസിക്കാൻ പറ്റില്ല. അത്യാവശ്യം നല്ല വെയിലുള്ള ഒരു കാലാവസ്ഥയാണ്. സോ അങ്ങനെയാണ് ഇവിടെ റിസപ്റ്റ് ഒരു എക്സിബിഷൻ പോലൊരു സംഭവമുണ്ട്. എക്സിബിഷനാണെന്ന് പറയാൻ വയ്യ, ചെറിയ ലെവലിൽ ഡെയിലി നടക്കുന്നുണ്ട് ഇവിടെ. സമ്മർ ആയതുകൊണ്ട് തന്നെ അതിനെ വിസിറ്റ് ചെയ്യാനാണ് പോയത്. ആക്ച്വലി ചെറുതായിട്ടൊരു ഗാലറിയാണ് ഇവിടെ പ്രിപ്പയർ ചെയ്തിരുന്നത്, പക്ഷെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല വെയിലുണ്ട്.